അവനാൽ എന്തോ 2:5 ശരി 2:5 1 പത്രോസ് 2:5 മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നടക്കുന്ന ഒരു മാറ്റം എന്താണ്? വിശുദ്ധ പുരോഹിത വർഗം ആയി തീരുന്നു. വിശുദ്ധ പുരോഹിത വർഗത്തിനുള്ള പ്രത്യേകത എന്താണ്? അവർ ഈ ആത്മീയ യാഗം കഴിക്കാനുള്ളവരാണ്. ആ യാഗം എങ്ങനെയുള്ള യാഗമായിരിക്കും? ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം. അത് കഴിക്കാൻ പറ്റിയ വിശുദ്ധ പുരോഹിത വർഗമായി നമ്മൾ പണിയപ്പെടുകയാണ് യേശു ക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. ആത്മീയ ഗ്രഹമാണ് പണിയുന്നത് അല്ലേ? ആത്മീയ ഗ്രഹം ഇത് നമ്മൾ ജീവനുള്ള കല്ലായി തീരുക. മൂലക്കല്ലിനോട് ചേർന്ന് നമ്മളെ ഓരോരുത്തരെയും പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിശുദ്ധ പുരോഹിത വർഗമായി നമ്മൾ പണിയപ്പെടുന്നു. 5:10 എന്നാൽ അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നമ്മളെ ഓരോരുത്തരെയും അവൻ ക്രിസ്തുവിൽ വിളിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു അല്ലേ? എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നിത്യ തേജസ് ഉള്ളവരായി തീരേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. തേജസ് ഉണ്ടോ നമുക്ക്? ഇപ്പോൾ ഉണ്ടോ? എങ്ങനെ അറിയാം? ഇപ്പം നമുക്ക് തേജസ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഹാലോ ഉണ്ടോ തല്ലയുടെ മുകളിൽ? എങ്ങനെ അറിയാം? തേജസ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തേജസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലത്ത് അതിന് വേറെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഈ തേജസ്സിന് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന വേറെ ചില വാക്കുകളുണ്ട്. പോസിറ്റീവ് എനർജി. യു ഹാവ് പോസിറ്റീവ് എനർജി. പരിശുദ്ധാത്മാവിനെ പറയുന്നത് പോസിറ്റീവ് എനർജി എന്നാണ്. വി നോ ഹി ഈസ് എ ബീയിങ്, ഹി ഈസ് എ പേഴ്സൺ അല്ലേ? ഇത് എനർജി ആയിട്ട് ആളുകൾ കാണുന്നു. പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇത് പോസിറ്റീവ് എനർജി അല്ല, ദൈവത്തിൻ്റെ തേജസ്സാണ്. പ്രൈസ് ദി ലോർഡ്. സം ഓഫ് ദം ഈവൻ സേ യു ഹാവ് ദിസ് കളർ എന്നൊക്കെ പറയും. ഓക്കെ, അത് വേറൊരു കാര്യം. പക്ഷെ 2 Corinthians But we all with unveiled face, beholding as in a mirror the glory of the Lord, are being transformed into the same image from glory to glory, just as by the Spirit of the Lord. By the Spirit of the Lord. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് തേജസ് ഉള്ളത്. എന്നാൽ തേജസ്സിൽ നിന്ന്, ഇവിടെ ഈ വാക്യപ്രകാരം തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എങ്ങനെയാ? The more you obey the Holy Spirit, the more glory you will have. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, 1 പത്രോസിൽ പറയുന്നത് നിത്യ തേജസ്സിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ തേജസ് ഒരിക്കലും മാറിപ്പോകാത്തതാണ്, മങ്ങിപ്പോകാത്ത തേജസ്സായിരിക്കും. നിത്യമായി ഈ തേജസ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഇത്രയും മതിയെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച നമുക്ക് ബാക്കി എടുക്കാം. ബൈ ഹിം എന്നുള്ളത് അടുത്ത ആഴ്ച നോക്കാം.